ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാക്രോസിനെ പറ്റിയിട്ടാണ്. മാക്രോസ് പാർട്ട് 2 ആണിത്. പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എക്സാമ്പിൾസിലൂടെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും ഇതിൽ ഈ ഒരു പാർട്ടിൽ ഞാൻ ചെറിയ എക്സാമ്പിൾസിലൂടെയാണ് ബട്ടൺ ക്രിയേഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഐഡിയ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ക്ലാസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ എന്താണ് മാക്രോസ് എന്നുള്ളത് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇവിടെ പറയാം. മാക്രോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ടൂളാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സലിൽ ചെയ്യുന്ന ഡെയിലി ടാസ്കുകളൊക്കെ തന്നെയും റെക്കോർഡ് ചെയ്ത് വെച്ച്, അതായത് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് ചെയ്യേണ്ടപ്പോൾ നമ്മളൊരു സിംഗിൾ ക്ലിക്കിലൂടെ അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെയിലി എക്സലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കോഡ് അറിയേണ്ട ആവശ്യമോ അങ്ങനത്തെ ഒരു കുഴപ്പവും വരുന്നില്ല. ഒട്ടും അറിയാത്ത ആൾക്ക് കൂടി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടിയും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് മാക്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ടൂൾ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. എന്താണ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ടാസ്കൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഷോർട്ടായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. എന്നിട്ട് നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതെവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പർ ടാബിൻ്റെ ഓപ്ഷനാണ് മാക്രോസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഡെവലപ്പർ ടാബ് ചിലർക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റിബണിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദ റിബൺ എടുക്കുക. ഓക്കെ, ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക. എവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ റിബണിൽ കൊണ്ടുപോയി വെച്ച് മൗസ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇതിൽ ഡെവലപ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്ത് വരും, ഈ ഒരു റിബണിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ടാബ് ആഡ് ആയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെവലപ്പർ ടാബിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ ഡെവലപ്പർ ടാബ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. വിഷ്വൽ ബേസിക്, മാക്രോസ്, റെക്കോർഡ് മാക്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാം. ഈ വിഷ്വൽ ബേസിക് എന്താണെന്നറിയാം, അതായത് നമ്മൾ ചെയ്തു വെച്ച മാക്രോസ് ഉണ്ടാവില്ലേ, അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് കാണണമെങ്കിൽ ഈ വിഷ്വൽ ബേസിക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് VB ഒന്നും അറിയേണ്ട ഒരു ആവശ്യവും ഇതിൽ വരുന്നില്ല. ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു മാക്രോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ബട്ടൺ ഉണ്ടല്ലോ, റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളൊരു വിൻഡോ വരും. അതായത് മാക്രോ നെയിം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പ്രോഡക്ട്സ് എന്നിരിക്കട്ടെ. ഓക്കെ, പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്യാം. ഷോർട്ട് കട്ട് കീ എങ്ങനെയാണ് അസൈൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഉണ്ടാവുമല്ലോ, കൺട്രോൾ വെച്ചിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ Ctrl+C, Ctrl+V ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോപ്പിക്കും പേസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതൊന്നും പിന്നീട് നമ്മൾ ഈ മാക്രോയിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു Ctrl+Shift+L ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. Ctrl+Shift+L എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടല്ലോ, Ctrl+Shift+L എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഇനി ഈ മാക്രോനെ കോൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റൺ മാക്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ജസ്റ്റ് കൺട്രോളും ഷിഫ്റ്റും എല്ലും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി എവിടെയാണ് മാക്രോ സ്റ്റോർ ചെയ്യേണ്ടത്? എനിക്ക് ഈ വർക്ക് ബുക്കിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. എനിക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഓക്കെ അടിക്കാൻ പോവാണ്. പക്ഷേ ഇത് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. ദ സിൻടാക്സ് ഓഫ് ദിസ് നെയിം ഈസ് നോട്ട് കറക്റ്റ്. എന്തുകൊണ്ടാണെന്നറിയോ വന്നത് ഇങ്ങനെ? അതായത് അതിനാണ് ഞാനിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് തന്നെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചത്. ഇവിടെ സ്പേസ് വന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാക്രോ വർക്ക് ആവാത്തത്, സ്പേസ് ഇടാൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാക്രോ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഇടരുത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ലിസ്റ്റ് ഓക്കെ കൊടുത്തപ്പം അത്
ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാക്രോ റെക്കോർഡ് ആവുന്നുണ്ട്. ഇതിൽ കാണാൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ്, സ്റ്റാർട്ടൊന്നും ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്തു എന്നൊന്നും നമ്മളോട് പറയില്ല, പകരം സ്റ്റോപ്പ് റെക്കോർഡിംഗ് മാത്രമാണ് പിന്നെ നമുക്ക് കാണാം. ഇനി നിങ്ങൾക്ക് എത്ര കേഴ്സർ നിങ്ങൾ മൂവ് ചെയ്താലും ഒരു കുഴപ്പവും വരില്ല. കാരണം അതായത് നിങ്ങൾ വറീഡ് ആവേണ്ട ഒരു കാര്യവും വരുന്നില്ല. കാരണം നിങ്ങൾക്ക് എത്ര ടൈം എടുത്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം നിങ്ങളുടെ ഈ മൗസ് മൂവ്മെൻറ്റോ ഇങ്ങനെ കേഴ്സർ മൂവ് ചെയ്യുന്നതോ ഒന്നും ഈ മാക്രോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല. ഓൺലി നിങ്ങൾ കേഴ്സർ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് ഇത് റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ടെൻഷൻ വേണ്ട. എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വളരെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഹോം ടാബിൽ പോയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതിനെല്ലാം ബ്ലൂ കളറായി. ഇനി ഞാൻ മാക്രോ സ്റ്റോപ്പ് ചെയ്യാണ്. തിരിച്ച് ഡെവലപ്പർ ടാബിൽ പോയി സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഇനി ഞാൻ ഈ ഒരു ഷീറ്റ് 4ൽ കണ്ടോ, ഈ ഒരു ഷീറ്റ് 4ൽ സെയിം ചേഞ്ച് എനിക്ക് വരുത്തണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അത് വരുത്താൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ എനിക്ക് ഇവിടെ എടുത്തിട്ട് മാക്രോസ് എന്ന് പറഞ്ഞത് എടുത്തിട്ട് റൺ, അതായത് എൻ്റെ ഏതാണോ ഇവിടെ ഇപ്പോൾ ഒരു മാക്രോ ആണ്, പ്രോഡക്റ്റ് ലിസ്റ്റ് ആണുള്ളത്, അത് സെലക്ട് ചെയ്തതിന് ശേഷം റൺ അടിച്ചാൽ അത് റൺ ആയിക്കോളും. ഓക്കെ, അതല്ലാണ്ട് ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, കൺട്രോളും ഷിഫ്റ്റും എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കാറ്റഗറി കംപ്ലീറ്റും ഷീറ്റ് 4ലുള്ളത് എന്തായി മാറി, ബ്ലൂ കളറിലേക്ക് വന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാക്രോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രയോ ഷീറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെയിം ചേഞ്ചസ് എല്ലാ ഷീറ്റിലും വരുത്തണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് എങ്ങനെയാണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പുറത്ത് ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെവലപ്പർ ടാബ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു മാക്രോ റെക്കോർഡ് ചെയ്യുകയാണ്. മാക്രോ 1 എന്ന് പറയുന്നതിന് പകരം ഞാൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. ദെൻ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോളും കെയും കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ദിസ് വർക്ക് ബുക്കിൽ തന്നെയാണ്, ഡിസ്ക്രിപ്ഷനൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ അടിക്കുകയാണ്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മാക്രോ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഹോം ടാബിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു സെല്ലിൽ ഫിൽ കളർ യൂസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ദെൻ അഗെയിൻ ഞാൻ ഡെവലപ്പർ ടാബിൽ പോകുന്നു, സ്റ്റോപ്പ് റെക്കോർഡിംഗ് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം. ജസ്റ്റ് ഒരു സിംഗിൾ സെല്ല് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് മാക്രോസ് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഞാൻ ഹോം ടാബിൽ പോയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ റൺ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പറയട്ടെ. ഞാൻ യെല്ലോ കളർ അസൈൻ ചെയ്യാൻ പോകുന്നു. ഞാൻ സെല്ല് ചെയ്ത പ്രോഡക്ട്സിന് മൊത്തം, അതായത് ഓരോരോ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിനനുസരിച്ച് യെല്ലോ കളർ ഞാനിവിടെ അസൈൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺട്രോൾ കെ ആണ്. ഞാൻ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൺട്രോൾ കെ അടിച്ചു. കണ്ടോ, ക്യാരറ്റ്സ് കണ്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാനിവിടെ കളർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വേറൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെയിം സംഭവം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, യൂസ് റിലേറ്റീവ് റെഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടാണ്, ഞാൻ അത് ആദ്യം പറയാൻ മറന്നുപോയി. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കളർ വരുള്ളൂ. ഇല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആ ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒന്ന് കാണാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇതേ കാര്യം ഞാനിവിടെ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ, ഡെവലപ്പർ ടാബിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇൻസേർട്ടിൽ ഞാനിവിടെ ഇവിടെ കണ്ടല്ലോ, ഫോം കൺട്രോൾസിൽ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടല്ലോ. അപ്പോൾ അതെടുത്തു, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, ഒരു സിംഗിൾ ക്ലിക്ക്. അപ്പം നമ്മുടെ കേഴ്സർ എന്തായി, ഒരു പ്ലസ് സൈൻ മാതിരിയായി അല്ലേ. നമുക്ക് ഇവിടെ ബട്ടൺ വരച്ചു കൊടുക്കാം. ബട്ടൺ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് വരിക. അസൈൻ മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഏത് പേജുമായിട്ടാണോ നമ്മുടെ ഈ ബട്ടൺ ലിങ്ക് ആവേണ്ടത് അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ അടിക്കുകയാണ്. ഓക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിൽ നമുക്ക് ഈ ബട്ടൺ 1 എന്നുള്ളത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക.
ഞാനിതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സോൾഡ് എന്നാണ്. ഇനി ഞാൻ ഈ ബട്ടണിൽ കൊടുക്കുന്നത് സോൾഡ് എന്നാണ്. അതായത് സോൾഡ് ഐറ്റത്തിനാണല്ലോ ഞാൻ ഇങ്ങനെ എന്താ പറയുക കളറ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഔട്ട്സൈഡിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. ഇനി ഞാനിവിടെ സോൾഡ് ഏതെങ്കിലും ഒരു സെല്ല് ബ്രൊക്കോളീൻ്റെ സെല്ല് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് സോൾഡ് എന്നടിക്കുകയാണ്. കണ്ടോ, എവിടെ കൊണ്ടുപോയി നിങ്ങൾ വെച്ചാലും ഇത് കളർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അതേസമയം നമ്മൾ ഒരുപാട് വർക്ക്ഷീറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു 19 വർക്ക്ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഷീറ്റിലേക്കും അതായത് നമ്മൾ വിചാരിക്കുന്ന ഷീറ്റിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഒരു സിംഗിൾ ക്ലിക്കിലൂടെ വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്. ഈ ഒരു ഷീറ്റിലേക്കാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബട്ടൺ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഫസ്റ്റ് എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊന്ന് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ റെക്കോർഡ് മാക്രോ കൊടുക്കുകയാണ്. റെക്കോർഡ് മാക്രോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്രോ 2 എന്നുള്ള നെയിമാണ് വരിക. അതിന് ഞാനിവിടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. അതിന് ഞാൻ കൺട്രോൾ L ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. L എന്ന് കൊടുത്തു. ദെൻ ഓക്കെ അടിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. ഇനി എന്താണ്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാക്രോയിൽ റെക്കോർഡ് ആവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഷീറ്റിൽ നിന്ന് മറ്റേ ഷീറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ദെൻ ഇവിടെ എത്തി ഡെവലപ്പർ ടാബിൽ വന്നിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഷീറ്റ് 1 പോയിട്ട് ഇതിന് വേണ്ടുന്ന ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒന്നുകിൽ എനിക്ക് സെയിം ബട്ടണിൽ അസൈൻ മാക്രോ യൂസ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മാക്രോ ഇവിടെ കാണാം നിങ്ങൾക്ക്, പ്രോഡക്റ്റ് ലിസ്റ്റും ഐറ്റംസും. അപ്പോൾ എനിക്ക് ഐറ്റംസിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഞാനിവിടെ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ മതി. അതല്ല എനിക്ക് വേണമെങ്കിൽ വേറൊരു ബട്ടൺ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഡെവലപ്പർ ടാബിൽ പോവുക. ദെൻ ഇൻസേർട്ടിൽ ബട്ടൺ എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ബട്ടൺ വരയ്ക്കുമ്പം ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പം ഐറ്റംസിലേക്കാണ് പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. ദെൻ ബട്ടൺ വന്നു, പേര് കൊടുക്കുകയാണ്. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് 2 പോയി. അപ്പോൾ ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ പേജുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ എങ്ങനെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ ഷീറ്റിലാണ് ഇപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഷീറ്റ് 1 ലിങ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. റെക്കോർഡ് മാക്രോ എടുത്തു. മാക്രോന് ഞാൻ ഇവിടെ പേര് കൊടുക്കാൻ പോകുന്നത് എന്താണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഓക്കെ, ഒരു ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്യാണ്. കൺട്രോൾ I ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ അടിച്ചു. ഇനി എന്താണ്, ഇപ്പം മാക്രോ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ്, ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിലേക്ക് ഞാൻ പോയി ഇവിടെ നിന്ന് എന്ത് ചെയ്തു, സ്റ്റോപ്പ് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തു. ദെൻ വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് പോയി, അതായത് ഷീറ്റ് 2 പോയി. ഇവിടെയാണ് ഞാൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ വേറെ ഒരു മെത്തേഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസേർട്ട് ടാബ് എടുക്കുക. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഷേപ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടുന്ന് ഓവൽ ഷേപ്പാണ് എടുക്കാൻ പോകുന്നത്. ഓവൽ ഷേപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ബട്ടൺ, അതായത് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ബട്ടൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഷേപ്പ് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫോണ്ടിലാണുള്ളത്. അതുപോലെ തന്നെ കറക്റ്റ് അലൈൻമെൻറ്റിലൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബോൾഡിലേക്കാക്കാം. കണ്ടോ, ബോൾഡിലേക്കാക്കി ഞാൻ ഇതിനെ ഒന്ന് സെൻട്രലൈസ് ചെയ്യുകയാണ്. ഇനി ഇതിന് ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇനി കളർ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞാനിത് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം.
ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിന് മാക്രോ അസൈൻ ചെയ്യാമെന്നല്ലേ. സെയിം വേ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം അസൈൻ മാക്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഏത് മാക്രോ ആയിട്ടാണോ, അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോ അല്ലേ, അപ്പോൾ അതിന് ആണ് ഇത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. ഇനി എന്താ സംഭവിക്കുക, ക്ലിക്ക് എന്ന് പറയുന്ന സംഭവം ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. കണ്ടോ, അടുത്ത പേജിലേക്ക് പോയി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്കും വന്നു. ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ഹിയർ, ഇവിടെ സ്പെല്ലിംഗ് റോങ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മാക്രോ അസൈൻ ചെയ്യുന്നതും ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ. നമുക്ക് ഈ ഒരു ഷേപ്പിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഷാഡോസ് വേണമെങ്കിൽ ഷാഡോസ് സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫോർമാറ്റ് ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഫിൽ ലൈൻ എന്നൊക്കെയുള്ള ഓപ്ഷൻ കാണാം. അതെന്താണ് ഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കളർ ഇഷ്ടമുള്ളത് നമുക്ക് വേണമെങ്കിൽ സോളിഡ് ഫില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, നോ ഫില്ലാണെങ്കിൽ ഒരു കളറും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷാഡോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷാഡോസ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബട്ടൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ താഴെ മാത്രം ബോട്ടത്തിൽ മാത്രം ഷാഡോ വരുന്ന ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇപ്പോൾ ഒരു ബട്ടൻ്റെ ലുക്ക് വന്നില്ലേ. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സ്റ്റെപ്സ്, അതായത് ഒരു മാക്രോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിഷ്വൽ ബേസിക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മൊഡ്യൂൾസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 1 ആണുള്ളത്. അപ്പോൾ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ്, നമ്മുടെ കോഡ് ഇതാണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ വരുത്താം. ഓക്കെ. അപ്പോൾ ഇനി തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, വ്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ഈ ഒരു പേജിലേക്ക്, വർക്ക്ഷീറ്റിലേക്ക് തന്നെ എത്താൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഫയലിൽ സേവ് ആസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന്, അതായത് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് XLSM എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സൽ മാക്രോ ഇനബിൾഡ് വർക്ക് ബുക്കിലാണ് നമ്മൾ ഇത് സേവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ അത് മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ വർക്ക്ഷീറ്റ്, അതായത് നമ്മുടെ മാക്രോസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഓർമ്മിക്കുക. ഈ സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ലിങ്ക് താഴെ ഉണ്ടാവും. കാണാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.